ക്ലാസ് ഒബ്ജക്ട്സ് മെത്തേഡ്സ്. ക്ലാസ്സിനകത്ത് ഡേറ്റ മെമ്പേഴ്സും ഉണ്ടാവും, മെമ്പർ ഫങ്ഷൻസും ഉണ്ടാവും. ഈ ഡേറ്റ മെമ്പേഴ്സിനെ പറയണത് ഫീൽഡ്സ് എന്നും ഫങ്ഷനെ മെത്തേഡ്സ് എന്നുമാണ് പറയുന്നത്. ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒബ്ജക്റ്റ് വഴിക്കാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഒരു ക്ലാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? C++ലെ പോലെ തന്നെയാണ്. ക്ലാസ് നെയിം, ക്ലാസ് ഓപ്പൺ ചെയ്യാം, ഡേറ്റയും ഫങ്ഷൻസും ഡേറ്റ മെമ്പേഴ്സും ഫങ്ഷൻസൊക്കെ ഡിക്ലെയർ ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ക്ലാസ് ക്ലോസ് ചെയ്യാം. ക്ലാസ് ക്ലോസ് ചെയ്യുമ്പം സെമിക്കോളൻ വേണ്ട. ഈ ഓപ്ഷണൽ പാർട്ട് വരുന്നത് ഇൻഹെറിറ്റൻസ് വരുമ്പോഴാണ്. ഫീൽഡ് ഡിക്ലറേഷൻ. ഒരു ക്ലാസ്സിനകത്ത് ഡേറ്റ മെമ്പേഴ്സിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? എങ്ങനെ? ഡേറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം. മെത്തേഡ് ഡിക്ലറേഷൻ. റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. മെത്തേഡ് ഓപ്പൺ ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം, ക്ലോസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ 2 വേരിയബിൾസ് വേണം. പാക്കേജ് PRG1 അതൊരു യൂസർ ഡിഫൈൻഡ് പാക്കേജാണ്. ദെൻ ഇമ്പോർട്ട് java.util.scanner. യൂട്ടിൽ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ആഡ് ചെയ്തു. അതായത് കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്തത്. കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്, നെക്സ്റ്റ് ലൈൻ ഓഫ് ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്യണം. ഈ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്, നെക്സ്റ്റ് ലൈൻ ഓഫ് ഫങ്ഷൻസൊക്കെ ഉള്ളത് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. ഈ സ്കാനർ വരുന്നത് യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജിലാണ്. സോ അതുകൊണ്ടാണ് യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്തത്. ഇനി റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ക്ലാസ് റെക്റ്റാങ്കിൾ. ക്ലാസ് ഓപ്പൺ ചെയ്തു. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി 2 വേരിയബിൾസ് വേണം. സോ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് L, B. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് ഓഫ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു. void get ഓഫ്. റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫങ്ഷൻസ് യൂസ് ചെയ്യണം. ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ റീഡ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫങ്ഷൻസ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫങ്ഷൻസ് ഉള്ളത് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. സോ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ എസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് സ്കാനർ എസ് ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ. ഇനി നമുക്ക് സ്ക്രീനിൽ എൻ്റർ സൈഡ്സ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN എൻ്റർ സൈഡ്സ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണും. ഇനി റീഡ് ചെയ്യണം, ലെങ്ത് റീഡ് ചെയ്യണം. അതാണ് L ഈക്വൽ ടു എക്സ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്. ബ്രെഡ്ത്ത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് B ഈക്വൽ ടു എക്സ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്. അപ്പോൾ ഈ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫങ്ഷൻ ഉള്ളത് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അപ്പോൾ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് എസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് വേണം നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫങ്ഷനെ കോൾ ചെയ്യാൻ. ഗെറ്റ് ഓഫ് ഫങ്ഷൻ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ഓഫ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. void put off ബ്രാക്കറ്റിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN ഏരിയ ഈക്വൽ ടു പ്ലസ് L ഇൻറ്റു B. ഈ ബ്രാക്കറ്റിനകത്ത് L ഇൻറ്റു B എന്ന് മാത്രം കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഏരിയ ഈക്വൽ ടു എന്ന് കാണിക്കത്തില്ല, ജസ്റ്റ് വാല്യൂ മാത്രം പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഏരിയ ഈക്വൽ ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏരിയ ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ എഴുതി പ്ലസ് സിമ്പൽ ഇട്ടിട്ട്
എൽ ഇൻറ്റു ബി ചെയ്ത പുട്ട് ഓഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ക്ലാസ് ക്ലോസ് ചെയ്യുമ്പം സെമിക്കോളൻ വേണ്ട. മെയിൻ ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഗെറ്റ് ഓഫ് ഫംഗ്ഷനും പുട്ട് ഓഫ് ഫംഗ്ഷനും നമ്മൾ ഡിഫൈൻ ചെയ്ത റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ്. സോ ഗെറ്റ് ഓഫ് ഫംഗ്ഷനും പുട്ട് ഓഫ് ഫംഗ്ഷനും കോൾ ചെയ്യണമെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ ടു ന്യൂ റെക്റ്റാങ്കിൾ ഓഫ്. ഇനി ആർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ആർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഗെറ്റ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യണം. ആർ ഡോട്ട് ഗെറ്റ് ഓഫ്. അപ്പോൾ ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും വാരിയബിൾസ് റീഡ് ചെയ്യുകയും ചെയ്യും. ഇനി ആർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഈക്വൽ ടു ഞാനിവിടെ എൻ്റർ ചെയ്ത വാല്യൂസ് 4 8 ആണെങ്കിൽ ഏരിയ ഈക്വൽ ടു 32 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ടു ഫംഗ്ഷൻ. പാക്കേജ് PRG1 യൂസർ ഡിഫൈൻഡ് പാക്കേജ് ആണ്. ഇമ്പോർട്ട് java.util.scanner യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്തു കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലാസ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സോ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് L, B. ഇനി ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി 2 പാരാമീറ്റേഴ്സ് 2 വേരിയബിൾസാണ് യൂസ് ചെയ്യുന്നത്. സോ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അതാണ് void get of int x, int y. എക്സും വൈയും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും എല്ലും ബിയും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ആണ്. എക്സിലെ വാല്യൂ എല്ലിലേക്ക് കോപ്പി ചെയ്തു, വൈയിലെ വാല്യൂ ബിയിലേക്ക് കോപ്പി ചെയ്തു. ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. void put of system.out.println area equal to plus L into B. പുട്ട് ഓഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. മെയിൻ ഫംഗ്ഷൻ നോക്കുക. നമുക്ക് ഗെറ്റ് ഓഫ് ഫംഗ്ഷനും പുട്ട് ഓഫ് ഫംഗ്ഷനും ആക്സസ് ചെയ്യണമെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ ടു ന്യൂ റെക്റ്റാങ്കിൾ ഓഫ്. ഇനി ആർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഗെറ്റ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. കോൾ ചെയ്യുമ്പോൾ തന്നെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുകയാണ്. ആർ ഡോട്ട് ഗെറ്റ് ഓഫ് 4,9. 4 എന്ന് പറഞ്ഞ വാല്യൂ എക്സിൽ വരും, 9 എന്ന് പറഞ്ഞ വാല്യൂ വൈയിൽ വരും. എക്സിലെ വാല്യൂ എല്ലിലേക്ക് കോപ്പി ചെയ്തു, വൈയിലെ വാല്യൂ ബിയിലേക്ക് കോപ്പി ചെയ്തു. ഇവ എല്ലിലെ 4ഉം ബിയിൽ 9ഉമായി. ഇനി ആർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏരിയ ഈക്വൽ ടു 36 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇവിടെ ചെയ്തേക്കുന്ന കീബോർഡ് വഴി നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എടുക്കുക. ആ ഒരു ഡിഫറൻ്റാണ് നേരത്തെ പ്രോഗ്രാമിൽ നിന്ന് ഇവിടെയുള്ളത്. പാക്കേജ് PRG1 ഇമ്പോർട്ട് java.util.scanner ക്ലാസ് റെക്റ്റാങ്കിൾ നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോകണം. 2 വേരിയബിൾസ് എടുത്തു, ഇൻറ്റ് L, B. void get ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ. എക്സും വൈയിലെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എവിടേക്ക് കോപ്പി ചെയ്തു? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് കോപ്പി ചെയ്തു. പുട്ട് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എന്തിനു വേണ്ടി? ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. മെയിൻ ഫംഗ്ഷനിൽ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് M, N. അത് കീബോർഡ് വഴി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കാനർ എക്സ് ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് സിസ്റ്റം ഡോട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു.
കാരണം നെക്സ്റ്റ് ഇൻറ്റോ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യണം. കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഇൻറ്റോ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഈ നെക്സ്റ്റ് ഇൻറ്റോ ഫംഗ്ഷൻ ഉള്ളത് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. സോ സ്കാനർ എന്ന ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് എസ് ആണ്. ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം എൻ്റർ സൈഡ്സ് എന്ന് പറഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ എൻ എൻ്റർ സൈഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്ത്. ഇനി എം ഈക്വൽ ടു എക്സ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് എൻ ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്. അപ്പോൾ ഈ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ ഉള്ളത് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അപ്പോൾ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് വേണം നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ 2 നമ്പർ റീഡ് ചെയ്തു. ഇനി നമുക്ക് ഗെറ്റ് ഓഫ് ഫംഗ്ഷനും പുട്ട് ഓഫ് ഫംഗ്ഷനും ആക്സസ് ചെയ്യണമെങ്കിൽ ഗെറ്റ് ഓഫ് ഫംഗ്ഷനും പുട്ട് ഓഫ് ഫംഗ്ഷനും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. സോ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ ടു ന്യൂ റെക്റ്റാങ്കിൾ ഓഫ്. ഇനി ആർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഗെറ്റ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. കോൾ ചെയ്യുമ്പോൾ തന്നെ എം എൻ എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം. എമ്മും എന്നിലും നമ്മൾ വാല്യൂസ് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പാസ് ചെയ്യണം. എമ്മിലെ 6 എന്നിലെ 8 ആണെങ്കിൽ എമ്മിലെ വാല്യൂ എക്സിൽ വരും, എന്നിലെ വാല്യൂ വൈയിൽ വരും. എക്സിലെ വാല്യൂ എല്ലിലേക്ക് കോപ്പി ചെയ്യും, വൈയിലെ വാല്യൂ ബിയിലേക്ക് കോപ്പി ചെയ്യും. ദെൻ ആർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷന് കോൾ ചെയ്യുകയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു 48 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ആക്സസിങ് വാരിയബിൾസ് ആൻഡ് മെത്തേഡ്സ്. നമ്മൾ C++ൽ എങ്ങനെയാണ് നമ്മൾ വാരിയബിൾസ് മെത്തേഡ്സൊക്കെ ആക്സസ് ചെയ്തത്? ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ക്ലാസ്സിന് പുറത്ത് നിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും വേണം. അതുപോലെ തന്നെയാണ് ഇവിടെയും. പാക്കേജ് PRG1 ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ സം എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 വേരിയബിൾസ് വേണം. അതാണ് ഇൻറ്റ് എ കോമ ബി എന്ന് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഇനി ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതാണ് വോയിഡ് ഗെറ്റ് ഓഫ് ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ കൊടുത്ത. ഇനി എക്സും വൈയും ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആണ്, എയും ബിയും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിലെ വാല്യൂ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് കോപ്പി ചെയ്തു. ഇനി പുട്ട് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എസ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതായത് എയും ബിയും ആഡ് ചെയ്ത് എസ്സിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി ഈ പുട്ട് ഓഫ് ഫംഗ്ഷൻ എന്തോ റിട്ടേൺ ചെയ്യുന്നുണ്ട്, അതാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ സമ്മാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ എസ്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. അപ്പം നമ്മൾ ഗെറ്റ് ഓഫ് ഫംഗ്ഷനും പുട്ട് ഓഫ് ഫംഗ്ഷനും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന സമ്മ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ്. അപ്പം സം എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വേണം നമുക്ക് ഈ ഗെറ്റ് ഓഫ് ഫംഗ്ഷനും പുട്ട് ഓഫ് ഫംഗ്ഷനും ആക്സസ് ചെയ്യാൻ. അപ്പം ഞാൻ സം എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് R1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് സം R1 ഈക്വൽ ടു ന്യൂ സം ഓഫ്. ഇനി R1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഫസ്റ്റ് എ എന്ന് പറഞ്ഞ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പോവാം. R1 ഡോട്ട് എ ഈക്വൽ ടു അതിൽ 6 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഇനി ആ സെയിം ഒബ്ജക്റ്റ് R1 വെച്ചിട്ട് ബി എന്ന് പറഞ്ഞ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പോവുകയാണ്. R1 ഡോട്ട് ബി ഈക്വൽ ടു അതിൽ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു 9. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ സം ഓൺ ഈക്വൽ ടു പ്ലസ് R1 ഡോട്ട് എ പ്ലസ് R1 ഡോട്ട് ബി എന്ന് പറയുമ്പം R1 ഒബ്ജക്റ്റിൽ എ എന്ന് പറഞ്ഞ വേരിയബിൾ 6ഉം R1 ഒബ്ജക്റ്റിൽ ബി എന്ന് പറഞ്ഞ വേരിയബിൾ 9ഉം ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യും. അപ്പോൾ സം ഓൺ ഈക്വൽ ടു 15 എന്ന് പറഞ്ഞ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഈ R1 ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് വാരിയബിൾസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇനി അടുത്ത് ഞാൻ മെത്തേഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ്സിൻ്റെ പേർക്ക് സം എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് സം r2 ഈക്വൽ ടു ന്യൂ സം ഓഫ്. അതായത് മെത്തേഡ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ r2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ r2 ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും വെച്ചിട്ട് ഗെറ്റ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ കോൾ ചെയ്യുമ്പോൾ തന്നെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടാവും. 7ഉം 21ഉം 7 എക്സിലും 21 വൈയിലും വരും. ഈ എക്സിലെ വാല്യൂ എയിലേക്കും കോപ്പി ചെയ്തു, വൈയിലെ വാല്യൂ ബിയിലേക്കും കോപ്പി ചെയ്തു. ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ln സം 2 ഈക്വൽ ടു r2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ച് പുട്ട് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ r2 ഡോട്ട് പുട്ട് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം പുട്ട് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും പുട്ട് ഓഫ് ഫംഗ്ഷനിൽ എന്താണോ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് അത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്തേക്ക് വരും. നമ്മൾ സിൽ പഠിച്ചതാണ്. അപ്പോൾ സോ ഇവിടെ സമ്മാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ലാസ്റ്റ് ലൈൻ നോക്കാം, r2 ഡോട്ട് പുട്ട് ഓഫ്. അപ്പോൾ അവിടെ നമുക്ക് റിസൾട്ട് കിട്ടും. സം ഈസ് ഈക്വൽ ടു 28 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ r1 ഒബ്ജക്റ്റ് വാരിയബിൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും r2 ഒബ്ജക്റ്റ് മെത്തേഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പം ക്ലാസ്സിൻ്റെ അതേ പേര് തന്നെ ആയിരിക്കും. കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. കൺസ്ട്രക്ടർ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പ് ഫംഗ്ഷനാണ്. എക്സാമ്പിൾ നോക്കാം. പാക്കേജ് prgon യൂസർ ഡിഫൈൻഡ് പാക്കേജാണ്. ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്തത്. സം എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. 2 വേരിയബിൾസ് അവിടെ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് a, b. ഇനി കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. കൺസ്ട്രക്ടറിൻ്റെ പേര് എന്ത് തന്നെ ആയിരിക്കണം? ക്ലാസ്സിൻ്റെ അതേ പേര് തന്നെ ആയിരിക്കണം. ക്ലാസ്സിൻ്റെ പേര് ഇവിടെ സമ്മാണ്. സോ കൺസ്ട്രക്ടറിൻ്റെ പേരും സം തന്നെയാണ്. സം ഓഫ് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ. ഇത് ഒരു ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടറാണ്. 2 ആർഗ്യുമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ആ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ എക്സും വൈയും എന്ന് പറഞ്ഞാൽ ഫോർമൽ ആർഗ്യുമെൻറ്റ്സും എയും ബിയും എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സുമാണ്. എക്സും വൈയിലെയും വാല്യൂസ് എയിലും ബിയിലും കോപ്പി ചെയ്തു. ഇനി ഒരു പുട്ട് ഓഫ് ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. ആ പുട്ട് ഓഫ് ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്താണ്. ഇൻറ്റ് പുട്ട് ഓഫ്. അവിടെ എസ് എന്ന് പറഞ്ഞ വാരിയബിൾ എടുത്തിട്ട് എയും ബിയും ആഡ് ചെയ്ത് ആ എസ്സിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? എസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. എസ്സിൽ എന്താ ഉള്ളത്? എയും ബിയും ആഡ് ചെയ്ത റിസൾട്ട് ഉണ്ട്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. അപ്പം ഈ കൺസ്ട്രക്ടറും പുട്ട് ഓഫ് ഫംഗ്ഷനും ഒക്കെ എവിടെയാണ്? നമ്മൾ സം എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് മെയിൻ ഫംഗ്ഷനകത്ത് അത് ആക്സസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സമ്മിൻ്റെ പേർക്കാണ്. അതാണ് സം r1 ഈക്വൽ ടു ന്യൂ സം ഓഫ് 5,8. ഇപ്പോൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒബ്ജക്റ്റ് ഒന്നും വേണ്ട. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്ടർ കോൾ ആയിക്കോളും. അപ്പോൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് അങ്ങനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്ടർ കോളാവും. ഞാൻ സം r1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവിടെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തു, 5ഉം 8ഉം. അപ്പോൾ ഈ 5 എവിടേക്ക് വരും? എക്സിൽ വരും. 8 വൈയിലേക്ക് വരും. ഈ എക്സിലെ വാല്യൂ എയിലേക്ക് കോപ്പി ചെയ്യും, വൈയിലെ വാല്യൂ ബിയിലേക്ക് കോപ്പി ചെയ്യുകയും ചെയ്യും. ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ln സം ഈസ് ഈക്വൽ ടു പ്ലസ് r1 ഡോട്ട് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഫംഗ്ഷനാണ്. അത് കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും യൂസ് ചെയ്യണം. അത് കോൾ ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും?
പുട്ട് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും വാല്യൂ റിട്ടേൺ എസ് എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യും. എസ്സിൽ നമ്മൾ സം എയും ബി ആഡ് ചെയ്ത റിസൾട്ട് ഉണ്ട്. അപ്പോൾ എന്താണോ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്തേക്ക് വരും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്തേക്ക് ലാസ്റ്റ് ലൈനിൽ R1 ഡോട്ട് പുട്ട് ഓഫ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ റിസൾട്ട് അവിടെ കിട്ടും. സം ഈസ് ഈക്വൽ ടു 13 എന്ന് പറഞ്ഞ് കിട്ടും. C++ലെ പോലെ തന്നെയാണ് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്ന ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടൊന്നുമല്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യും. ഒരു നോർമൽ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും യൂസ് ചെയ്യണം. പോളിമോർഫിസം. ഓപ്പറേറ്റർ ഓവർലോഡിങ് ജാവ സപ്പോർട്ട് ചെയ്യത്തില്ല. ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓവർലോഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, ആർഗ്യുമെൻറ്റ്സും റിട്ടേൺ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കമ്പൈലർ ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സും വെച്ചിട്ടാണ്. ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, ആർഗ്യുമെൻറ്റ്സും നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് അതുപോലെ റിട്ടേൺ ടൈപ്പൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ഫംഗ്ഷൻ ബോഡിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഫംഗ്ഷൻ നെയിം മാത്രമേ സെയിം ആയിരിക്കത്തുള്ളൂ ഈ മെത്തേഡ് ഓവർലോഡിങ്ങിൽ. ഫംഗ്ഷൻ നെയിം സെയിം ആകുമ്പോൾ കമ്പൈലർ ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സും വെച്ചിട്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. പാക്കേജ് PRG1 ഇമ്പോർട്ട് java.util.scanner. യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്തിട്ടുണ്ട്. കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് സം എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. 2 വേരിയബിൾസ് സം കണ്ടുപിടിക്കാൻ 2 വേരിയബിൾസ് വേണം. അതാണ് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തത്. ഇൻറ്റ് a, b സം ഓഫ്, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ആണ്. സം ഓഫ് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ. ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ക്ലാസ്സിൻ്റെ അതേ പേര് തന്നെയാണ്. സോ സം ഓഫ് ഇൻറ്റ് ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടറാണ്. 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതാണ് സം ഓഫ് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ. എക്സും വൈയും ഫോർമുല ആർഗ്യുമെൻറ്റ്സ് ആണ്. എയും ബിയും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അത് എയിലും ബിയിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് ആ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടറിനകത്ത് ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇനി ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത് ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും കാണത്തില്ല. സം ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അവിടെ എ എന്ന് പറഞ്ഞ വേരിയബിളിൽ 12 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ബിയിൽ 6 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഇനി അതിനകത്ത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് കൊടുത്തത്. ഇനി പുട്ട് ഓഫ് ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. വോയിഡ് പുട്ട് ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN സം ഈസ് ഈക്വൽ ടു +a + b. പുട്ട് ഓഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. നമ്മുടെ ക്ലാസ്സും ക്ലോസ് ചെയ്തു. മെയിൻ ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയാലും ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ ആയാലും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന സം എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അപ്പോൾ സോ മെയിൻ ഫംഗ്ഷന് ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ, ഈ കൺസ്ട്രക്ടേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ മെയിൻ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് സം R1 ഈക്വൽ ടു ന്യൂ സം. അവിടെ ഞാൻ ഒബ്ജക്റ്റ് R1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുകയാണ്. സോ ഏത് കൺസ്ട്രക്ടറിനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്? ആർഗ്യുമെൻറ്റ് ഉള്ളതുകൊണ്ട് ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടറിനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. അപ്പോൾ 4 എന്ന് പറഞ്ഞ വാല്യൂ എക്സിലും 8 എന്ന് പറഞ്ഞ വാല്യൂ വൈയിലും വരും. എക്സിലെ വാല്യൂ എയിലേക്ക് കോപ്പി ചെയ്തു, വൈയിലെ വാല്യൂ ബിയിലേക്ക് കോപ്പി ചെയ്തു. ഇനി ആ R1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ
അതിന് മുന്നേ ഒരു കാര്യം പറയണം. R1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ കോൾ ആവും. ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ കോൾ ആവുമ്പം നമുക്ക് എന്ത് ചെയ്യും, ആദ്യം നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും, ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി 4ഉം 8ഉം നമുക്കെന്താ പറയുക, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുകയാണ്. 4 എക്സിലേക്ക് വരും, 8 വൈയിലേക്ക് വരും. ഈ എക്സും വൈയിലെ വാല്യൂസ് എ ബിയിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് R1 ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം 4ഉം 8ഉം ആഡ് ചെയ്ത് സം ഈസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. R2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സം R2 ഈക്വൽ ടു ന്യൂ സം ഓഫ്. ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ല. സോ എന്തായിരിക്കും, ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. അപ്പം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യും. അപ്പോൾ ഈ R2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തിടും. കാരണം ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പം R2 എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുകയും അത് നമുക്ക് എന്താ പറയുക, അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുകയും കിട്ടും. പിന്നെ അവിടെ നോക്കാം, എയിൽ 12 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബിയിൽ 6 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ R2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ സം ഈസ് ഈക്വൽ ടു 18 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടും. ഇവിടെ നോക്കുവാണെങ്കിൽ ഫംഗ്ഷൻ നെയിം സെയിം ആണ്, ആർഗ്യുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പം ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യണം എന്ന് കമ്പൈലർ ഡിസൈഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സും വെച്ചിട്ടാണ്. ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് സബ് ക്ലാസിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, ഓൺ ക്ലാസ് അക്വയർ ദി പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. സബ് ക്ലാസ് ഡെഫിനേഷൻ നോക്കാം. ക്ലാസ്, സബ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ്, സൂപ്പർ ക്ലാസ് നെയിം. നമ്മൾ C++ൽ കോളൻ യൂസ് ചെയ്തു. ഇവിടെ കോളന് പകരം എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. C++ൽ കോളൻ യൂസ് ചെയ്തതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡാണ്. അതിനകത്ത് വേരിയബിൾ ഡിക്ലറേഷനും മെത്തഡ് ഡിക്ലറേഷനൊക്കെ ഉണ്ട്. ഈ എക്സ്റ്റെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലാസ്, സബ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ്, സൂപ്പർ ക്ലാസ് നെയിം. സൂപ്പർ ക്ലാസ്സിലെ കണ്ടൻറ്റ്സ് സബ് ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതാണ്. ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിൽ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിലില്ല, പക്ഷേ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോസിബിൾ ആണ് ത്രൂ ഇൻ്റർഫേസ്. ആക്സസ് മോഡിഫയേഴ്സ് നോക്കാം. പബ്ലിക് ആണെങ്കിൽ സെയിം ക്ലാസ്സിലെ മെമ്പേഴ്സിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ആണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ആണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി സെയിം പാക്കേജിലെ വേറെ ക്ലാസ്സിന് പബ്ലിക്കായിട്ടുള്ള കണ്ടൻറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ആണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ആണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സബ് ക്ലാസ്സിന് ഡിഫറെൻറ്റ് പാക്കേജസ് ആണെങ്കിൽ പബ്ലിക് ആണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ആണെങ്കിൽ പറ്റത്തില്ല. പ്രൈവറ്റ് ആണെങ്കിലും പറ്റത്തില്ല. നോൺ സബ് ക്ലാസ് ഡിഫറെൻറ്റ് പാക്കേജ് ആണെങ്കിൽ പബ്ലിക് ആണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ്, ഡിഫോൾട്ട്, പ്രൈവറ്റ് ആണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല.
സിംഗിൾ ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസിൽ ഒരു ബേസ് ക്ലാസ്സും ഒരു ഡെറൈവ്ഡ് ക്ലാസ്സും ഉണ്ടാവും. പാക്കേജ് PRG1 യൂസർ ഡിഫൈൻഡ് പാക്കേജാണ്. ഞാൻ ബേസ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ബേസ് ക്ലാസ് എ ആണ്, ക്ലാസ് എ. അതിനകത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഡെറൈവ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോകണം. അതായത് സബ് ക്ലാസ്. ബേസ് ക്ലാസ്സിനെ സൂപ്പർ ക്ലാസ് എന്നും ഡെറൈവ് ക്ലാസ്സിനെ സബ് ക്ലാസ് എന്നും പറയും, ഓർ ചൈൽഡ് ക്ലാസ് എന്നും പറയും. ക്ലാസ് സബ് ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിയതാണ്. എന്താണ്? ക്ലാസ്, സബ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ്, സൂപ്പർ ക്ലാസ് നെയിം. അപ്പോൾ ക്ലാസ്, ഇവിടെ സബ് ക്ലാസ് നെയിം എന്ന് പറയുമ്പോൾ എന്താണ്? ബി, എക്സ്റ്റെൻസ്, സൂപ്പർ ക്ലാസ് നെയിം, അതായത് എ. അപ്പം C++ൽ കോളന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡാണ്. ഡെറൈവ് ക്ലാസ് ഓപ്പൺ ചെയ്തു, അവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു y എന്ന് പറഞ്ഞിട്ട്. ഇനി രണ്ട് ഫംഗ്ഷൻ ഡെറൈവ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഗെറ്റ് ഓഫും പുട്ട് ഓഫും. ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ റീഡ് ചെയ്യാനും പുട്ട് ഓഫ് ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യാനും. ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ അല്ല, എക്സിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വൈയിൽ 8 എന്ന് പറഞ്ഞ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുട്ട് ഓഫ് ഫംഗ്ഷൻ്റെ അത് രണ്ടും കൂടി ആഡ് ചെയ്തുള്ള റിസൾട്ട് നമുക്ക് കിട്ടണം, ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. ഇപ്പോൾ ക്ലാസ് എയിലെ പ്രോപ്പർട്ടി എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു? ക്ലാസ് ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ക്ലാസ് ബിയിൽ എക്സുമായി വൈയുമായി, അതാണ് അവിടെ എക്സിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തത്, വൈയിൽ 8 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തത്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഇപ്പം ക്ലാസ് എയിലെ കണ്ടൻസ് ഒക്കെ എവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ക്ലാസ് ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ് ബിയിൽ ഇപ്പോൾ എല്ലാ കണ്ടൻസും ഉണ്ട്. അപ്പം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ക്ലാസ് ബീൻ്റെ പേർക്ക് വേണം ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഡെറൈവ് ക്ലാസിൻ്റെ പേർക്ക് വേണം എപ്പോഴും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഡെറൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ബി ആണ്. അപ്പോൾ ബീൻ്റെ പേർക്ക് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതാണ് B1 ഈക്വൽ ടു ന്യൂ B1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. B1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ച് ഗെറ്റ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും x ഈക്വൽ ടു 10, y ഈക്വൽ ടു 8. ഇപ്പോൾ എക്സിൽ 10ഉം വൈയിലേക്ക് 8ഉം ഉണ്ട്. B1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ച് പുട്ട് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ പുട്ട് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും? സം ഈസ് ഈക്വൽ ടു 18 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഇവിടെ കീബോർഡ് വഴി ഇൻപുട്ട് എടുത്തു, അത് അത്ര ഇതേ ഉള്ളൂ. അതായത് കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യണമെങ്കിൽ യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്യണം. അതാണ് ഇമ്പോർട്ട് java.util.scanner. ബേസ് ക്ലാസ് എന്ന് പറയുമ്പം എ ആണ്, അത് ഞാൻ ഡിഫൈൻ ചെയ്തു, ഇൻറ്റ് എക്സ്. അവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത ഡെറൈവ് ക്ലാസ് എന്ന് പറയുമ്പം ബി ആണ്. ഡെറൈവ് ക്ലാസിൻ്റെ സിൻടാക്സ് നോക്കാം. ക്ലാസ്, ഡെറൈവ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ്, ബേസ് ക്ലാസ് നെയിം. ക്ലാസ് ഡെറൈവ് ക്ലാസ് നെയിം ബി ആണ്, എക്സ്റ്റെൻസ് ബേസ് ക്ലാസ് നെയിം എന്ന് പറയുമ്പം എ ആണ്. അത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വൈ. എനിക്കിവിടെ വേരിയബിൾസ് റീഡ് ചെയ്യുന്നത് കീബോർഡ് വഴിയായിട്ട്. സോ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഈ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് സ്കാനർ എസ് ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് system.in. ഇനി ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം എൻ്റർ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് system.out.println. അപ്പോൾ നമുക്ക് എൻ്റർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി
സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്താണ് നെക്സ്റ്റ് ഇൻഡോ ഫംഗ്ഷൻ ഉള്ളത്. അപ്പം ആ ഫംഗ്ഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് വെച്ച് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് എക്സ് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് ഓഫ്, വൈ ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് ഓഫ്. ഈ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇനി പുട്ട് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്ക് സം പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അതാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് സം ഇസ് ഈക്വൽ ടു പ്ലസ് എക്സ് പ്ലസ് വൈ. പുട്ട് ഓഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ഡയറക്റ്റ് ക്ലാസ്സും ക്ലോസ് ചെയ്തു. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഇപ്പം എയിലെ കണ്ടൻറ്റ് എവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ബിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ബിയുടെ പേർക്ക് വേണം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അതാണ് ബി1 ഈക്വൽ ടു ന്യൂ ബി ഓഫ്. ഇനി ആ ബി1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഗെറ്റ് ഓഫ് ഫംഗ്ഷന് കോൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എന്ന് ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും 2 വാല്യൂസ് എൻ്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കും. നമ്മൾ 2 വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത് ബി1 വെച്ചിട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത 2 വാല്യൂസിൻ്റെ സമ്മ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? എയിലെ കണ്ടൻസ് ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ബിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാകും, അല്ലെങ്കിൽ കണ്ടൻസ് ഉണ്ടാകും. അതും കൂടി ചേർത്ത് എവിടേക്ക് ഇൻഹെറിറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും? സിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം സി എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് വേണം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ബേസ് ക്ലാസ് നോക്കാം. ക്ലാസ് എ, അവിടെ ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട് എക്സ്. അടുത്ത് സെക്കൻഡ് ക്ലാസ് നോക്കാം. ക്ലാസ് ബി എക്സ്റ്റെൻസ് എ, അതായത് എയിലെ പ്രോപ്പർട്ടീസ് എവിടെ എക്സ്റ്റെൻഡ് ചെയ്തു? ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ബിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് അവിടെ ഇൻറ്റ് വൈ എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. ക്ലാസ് സി എക്സ്റ്റെൻസ് ബി. അപ്പോൾ എയിലെ പ്രോപ്പർട്ടി ബിയിലുണ്ട്. അപ്പോൾ എയുടെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുമ്പം ഇപ്പം ബിയിലുണ്ട്. അപ്പം ബിയിൽ ഒരു വൈ ഉണ്ട്. അപ്പം എക്സും വൈയും കൂടി ചേർത്ത് എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു? സിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി സിയിലൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട് ഇസഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സിയിൽ എന്തായി? എക്സും വൈയും ഇസഡുമായി. എക്സിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു, വൈയിൽ 8 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു, ഇസഡിൽ 4 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. പുട്ട് ഓഫ് ഫംഗ്ഷൻ എടുത്തു. പുട്ട് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഈ 3 നമ്പേഴ്സിൻ്റെ നമ്പേഴ്സ് ആഡ് ചെയ്ത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽഎൻ സം ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. പുട്ട് ഓഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ്സും ക്ലോസ് ചെയ്തു. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഇപ്പം എല്ലാ കണ്ടൻസും എവിടെ ഉണ്ട്? സിയിലുണ്ട്. അപ്പോൾ സീൻ്റെ പേർക്ക് വേണം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. സീൻ്റെ പേർക്ക് C1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് C1 ഈക്വൽ ടു ന്യൂ സി ഓഫ്. ഇനി ആ C1 വെച്ചിട്ട് ഗെറ്റ് ഓഫ് ഫംഗ്ഷന് കോൾ ചെയ്യുമ്പം നമുക്ക് ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും എക്സ് ഈസ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 8, ഇസഡ് ഈക്വൽ ടു 4 ആ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യും. ഇനി അടുത്ത് C1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം പുട്ട് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, അതായത് 3 നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊടുത്ത വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത വാല്യൂ 584 ആണ്. അപ്പോൾ 17 എന്ന് പറഞ്ഞാൽ സം ഈസ് ഈക്വൽ ടു 17 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഇത് നമ്മൾ കീബോർഡ് വഴി നമ്മളവിടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു അല്ലേ? ഇവിടെ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്നു. കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യണമെങ്കിൽ യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്യണം. അതാണ് ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ. ക്ലാസ് എയിലെ പ്രോപ്പർട്ടി ക്ലാസ് ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ക്ലാസ് ബിയിലെയും ക്ലാസ് എയിലെയും കൂടി ചേർത്ത് എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു? ക്ലാസ് സിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ക്ലാസ് സിയിൽ നമ്മൾ 3 വാല്യൂസ് കീബോർഡ് വഴി റീഡ് ചെയ്തു. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ? നെക്സ്റ്റ് ഇൻഡോ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ഇൻഡോ ഫംഗ്ഷൻ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അതാണ് ഈ ഗെറ്റ് ഓഫിന് മുന്നേ
ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്കാനർ എസ് ഈസ് ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ. ഇനി ഗെറ്റ് ഓഫ് ഫംഗ്ഷനിൽ എടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. എൻ്റെ നമ്പേഴ്സ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN എന്ന് പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ കീബോർഡ് വഴി നമ്മൾ 3 നമ്പേഴ്സ് റീഡ് ചെയ്തു. ഇനി പുട്ട് ഓഫ് ഫംഗ്ഷനിൽ ആ 3 നമ്പേഴ്സ് ആഡ് ചെയ്ത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുട്ട് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം എവിടെയുണ്ട്? സിയിലുണ്ട്. അപ്പോൾ സീൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. C1 ഈക്വൽ ടു ന്യൂ സി ഓഫ്. ഇനി C1 ഡോട്ട് ഗെറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ എന്തായും? ഗെറ്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും നമുക്ക് സ്ക്രീനിൽ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. നമ്മൾ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യും. ആ C1 ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ട് ഓഫ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം പുട്ട് ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും ആ 3 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത 3 നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഓവർ റൈഡിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർലോഡിങ് നമ്മൾ പഠിച്ചു. മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുമ്പം ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, ആർഗ്യുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഡെഫിനിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ ഫംഗ്ഷൻ നെയിം സെയിം ആണ്, ആർഗ്യുമെൻറ്റ് സെയിം ആണ്, ഡെഫിനിഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അതാണ് മെത്തേഡ് ഓവർ റൈഡിങ്. ഓവർലോഡിങ് വേഴ്സസ് ഓവർ റൈഡിങ്. ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, ആർഗ്യുമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ഡെഫിനിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഓവർ റൈഡിങ്ങിൽ ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, ആർഗ്യുമെൻറ്റും സെയിം ആയിരിക്കും, ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ഓവർ റൈഡിങ്ങിന് എക്സാമ്പിളാണ് ബേസ് ക്ലാസ് നോക്കുക. ഹ്യൂമൻ ആണ് ബേസ് ക്ലാസ്. ആ ബേസ് ക്ലാസ്സിനകത്ത് ഞാൻ ഈറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് പബ്ലിക് വോയിഡ് ഈറ്റ് ഓഫ്. അതിൽ ഹ്യൂമൻ ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN യൂസ് ചെയ്തത്. ആ ഈറ്റ് ഓഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ്സും ക്ലോസ് ചെയ്തു. ഇനി ബോയ് എന്ന് പറയുന്നത് നമ്മുടെ സബ് ക്ലാസ്സാണ്, അല്ലെങ്കിൽ ഡെറൈവ്ഡ് ക്ലാസ്സാണ്. അപ്പോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ് എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? ബോയ് എന്ന് പറഞ്ഞ ഡെറൈവ്ഡ് ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ക്ലാസ് ബോയ് എക്സ്റ്റെൻസ് ഹ്യൂമൻ. അതായത് ഡെറൈവ്ഡ് ക്ലാസ്സിൻ്റെ സിൻടാക്സ് നോക്കാം. ക്ലാസ് ഡെറൈവ്ഡ് ക്ലാസ് നെയിം എക്സ്റ്റെൻസ് സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് നെയിം. അതാണ് ക്ലാസ് ബോയ് എക്സ്റ്റെൻസ് ഹ്യൂമൻ. അതിനകത്തും ഈറ്റ് ഓഫ് ഫംഗ്ഷൻ തന്നെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ഇവിടെ നോക്കുക, ഫംഗ്ഷൻ നെയിം സെയിം ആണ്, ആർഗ്യുമെൻറ്റ് സെയിം ആണ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ബേസ് ക്ലാസ് ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിലെ ഈറ്റ് ഓഫ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യേണ്ടതാണ്. ഡെറൈവ്ഡ് ക്ലാസ്സിലെ ഈറ്റ് ഓഫ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പം ബോയ് ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഞാനിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബേസ് ക്ലാസ്സിൻ്റെ പേർക്കാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൻ്റെ പേർക്ക് എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് ഹ്യൂമൻ എ ഈക്വൽ ടു ന്യൂ ഹ്യൂമൻ ഓഫ്. അതായത് എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിത്ത് റെഫറൻസ് ടു ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൻ്റെ പേർക്കാണ്. ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിലാണ്.
ഇനി അടുത്ത് ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൻ്റെ പേർക്ക് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ബി. അവിടേക്ക് ഞാൻ റെഫറൻസായി കൊടുത്തത് ഡെറേ ക്ലാസ്സാണ്. ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ റെഫറൻസായി കൊടുത്തത് ആ ഒബ്ജക്റ്റിൽ റെഫറൻസായി കൊടുത്തത് ബേസ് ക്ലാസ്സും, രണ്ടാമതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എന്തിൻ്റെ പേർക്ക് തന്നെയാണ് ബേസ് ക്ലാസ്സിൻ്റെ പേർക്ക് തന്നെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ റെഫറൻസായി കൊടുത്തത് ഡെറേ ക്ലാസ്സാണ്, ബോയ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. ഇനി എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ റെഫറൻസ് ആയിട്ടുള്ളത് എന്താണ്? ഹ്യൂമൻ, അതായത് ബേസ് ക്ലാസ്സാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് വെച്ച് ഈറ്റോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ബേസ് ക്ലാസ്സിലെ ഈറ്റോ ഫംഗ്ഷൻ ആയിരിക്കും കോൾ ആവുന്നത്. ഏത് ക്ലാസ്സാണോ നമ്മൾ റെഫറൻസ് ആയിട്ട് ഒബ്ജക്റ്റിൽ കൊടുക്കുന്നത് ആ ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യുന്നത്. അപ്പോൾ എയിൽ റെഫറൻസായി കൊടുത്തത് ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സാണ്. സോ ആ ബേസ് ക്ലാസ്സിലെ ഈറ്റോ ആ ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യുമ്പോൾ ഈറ്റോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ആ ബേസ് ക്ലാസ്സിലെ ഈറ്റോ ഫംഗ്ഷനായിരിക്കും കോൾ ചെയ്യുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഓയിഡ് ഈറ്റോ ഫംഗ്ഷൻ എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ബേസ് ക്ലാസ്സിലെ ഓയിഡ് ഈറ്റോ ഫംഗ്ഷൻ ബോയ് എന്ന് പറഞ്ഞ ഡെറേ ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ബോയ് എന്ന് പറഞ്ഞ ഡെറേ ക്ലാസ്സിൽ ഫംഗ്ഷൻ എന്ത് ചെയ്തു? ഓവർ റൈഡ് ചെയ്തു. അപ്പം രണ്ട് ഈറ്റോ ഫംഗ്ഷൻ അവിടെ വന്നു. അപ്പം മെയിൻ ഫംഗ്ഷനിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഏത് ക്ലാസ് ആണോ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്ന ആ ഈറ്റോ ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ്സാണ് ഞാൻ റെഫറൻസ് ആയിട്ട് കൊടുത്തത്. സോ എ ഡോട്ട് ഈറ്റ് ഓഫ് എന്ന് പറയുമ്പം എന്തായിരിക്കും? ഹ്യൂമൻ ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ഞാൻ ബോയ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ് ഞാൻ റെഫറൻസ് ആയി കൊടുത്തത്. അപ്പോൾ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ച് ഈറ്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം ബോയ് ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഏത് ക്ലാസ്സാണോ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത് ആ ക്ലാസ്സിന് ഫംഗ്ഷനായിരിക്കും ആക്സസ് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ ഈറ്റോ ബേസ് ക്ലാസ്സിൽ ഈറ്റോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡെറൈവ് ക്ലാസ്സിലും ഈറ്റോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഡെറൈവ് ക്ലാസ്സിൽ വേറൊരു ഫംഗ്ഷൻ കൂടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് എവിടെ ഇല്ല? ബേസ് ക്ലാസ്സിലില്ല. അപ്പോൾ ഓവർ റൈഡ് ചെയ്യണമെങ്കിൽ ബേസ് ക്ലാസ്സിൽ നിന്ന് ഫംഗ്ഷൻ ഡെറൈവ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ നോക്കാം. എ ഡോട്ട് ഈറ്റ് ഓഫ് ബി ഡോട്ട് ഈറ്റ് ഓഫ് ബി ഡോട്ട് ഡ്രിങ്ക് ഓഫ്. ഈ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ ബേസ് ക്ലാസ് എന്ന് പറഞ്ഞ ഹ്യൂമൻ്റെ പേർക്കാണ്. അവിടെ നമ്മൾ ഡെറൈവ് ക്ലാസ് റെഫറൻസായി കൊടുത്തു. ബട്ട് ഈ ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൽ ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷൻ ഇല്ല. നമുക്ക് ഓവർ റൈഡ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൽ നിന്ന് മെത്തേഡ് എവിടേക്ക് ഇൻഹെറിറ്റ് ചെയ്യണം? ഡെറൈവ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണം. അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാൻ ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷൻ എവിടെ ഇല്ല? ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ബേസ് ക്ലാസ്സിൽ ഇല്ല. സോ കമ്പൈൽ ടൈം എറർ കാണിക്കും ഇവിടെ. ഇനി ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷൻ ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ്സിലുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഓവർ റൈഡ് ചെയ്യുമായിരുന്നു. അപ്പം ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷൻ ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഇല്ല. സോ ഹ്യൂമൻ്റെ പേർക്കാണ്, ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്കാണ് നമ്മൾ ബി എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഡെറൈവ് ക്ലാസ് റെഫറൻസ് ആയി കൊടുത്തത്. എന്നിട്ട് ആ ബി എന്നുള്ള ഒബ്ജക്റ്റ് വെച്ച് ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കമ്പൈലർ എറർ ഉണ്ടാവും. ഇത് നോക്കി,
ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷൻ ഞാൻ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ട് ഫംഗ്ഷൻ, ഈറ്റ് ഓഫ് ഫംഗ്ഷനുണ്ട്, ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷനുണ്ട്. ആ രണ്ട് ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഞാൻ ഡെറൈവ് ക്ലാസ്സിലും ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഫംഗ്ഷൻ ബോഡി മാത്രമേ ഡിഫറൻ്റ് ആയിട്ടുള്ളൂ. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൻ്റെ പേർക്ക് എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ് റെഫറൻസ് ആയിട്ട് കൊടുത്തു. ഇനി അടുത്ത് ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൻ്റെ പേർക്ക് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അവിടെ ഞാൻ ഡെറൈവ് ക്ലാസ് ആയ ബോയ് റെഫറൻസ് ആയിട്ട് കൊടുത്തു. എയിൽ എന്താ റെഫറൻസ് ആയിട്ട് കൊടുത്തത്? ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സാണ്. അപ്പം ഈ ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൽ ഈറ്റ് ഓഫ് ഫംഗ്ഷൻ ആയാലും ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷൻ ആയാലും എവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ബോയ് എന്ന് പറഞ്ഞ ഡെറൈവ് ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എയിലെ ഒബ്ജക്റ്റിൽ റെഫറൻസായി കൊടുത്തത് ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ് ബേസ് ക്ലാസ്സാണ്. അപ്പം ആ ഒബ്ജക്റ്റ് വെച്ച് ഈറ്റ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം നമുക്ക് എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്? ഹ്യൂമൻ ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഇനി ബി ഡോട്ട് ഈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ റെഫറൻസായി കൊടുത്തത് ബോയ് എന്ന് പറഞ്ഞ ഡെറൈവ് ക്ലാസ്സാണ്. അപ്പോൾ ഡെറൈവ് ക്ലാസ്സിലെ ഈറ്റ് ഓഫ് ഫംഗ്ഷൻ അതെന്താണ്? ബോയ്സ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി ബിയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തായിരിക്കും കിട്ടുന്നത്? ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ റെഫറൻസായി കൊടുത്തത് ബോയ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ബോയ്സ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഇനി ഹ്യൂമനിസ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എ ഡോട്ട് ഡ്രിങ്ക് ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പം ഓവർ റൈഡ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ എവിടെ ഉണ്ടായിരിക്കണം? ബേസ് ക്ലാസ്സിലുണ്ടായിരിക്കണം. ബേസ് ക്ലാസ്സിൽ നിന്ന് ഡെറൈവ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത മാത്രമേ ഓവർ റൈഡിങ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ബേസ് ക്ലാസ്സിൽ ഈറ്റ് ഓഫ് ഫംഗ്ഷനും ഡ്രിങ്ക് ഓഫ് ഫംഗ്ഷനും ഉണ്ട്. ആ സെയിം ഫംഗ്ഷൻ എവിടെയുണ്ട്? ഡെറൈവ് ക്ലാസ്സിലും ഉണ്ട്. റൂൾസ് ഫോർ മെത്തേഡ് ഓവർ റൈഡിങ്. ഇപ്പം മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നോക്കുക? അതായത് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് സെയിം ആയിരിക്കണം, ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കണം, പിന്നെ റിട്ടേൺ ടൈപ്പും സെയിം ആയിരിക്കണം. പിന്നെ സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ്, അതായത് ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷൻ എന്ന് പറയുമ്പം പബ്ലിക് ആണെങ്കിൽ ഡെറൈവ് ക്ലാസ്സിലും ആ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? പബ്ലിക് തന്നെ ആയിരിക്കണം. പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡോ ആകാൻ പാടില്ല. പിന്നെ ഫൈനൽ മെത്തേഡ് ഓവർ റൈഡ് ചെയ്യത്തില്ല. ഫൈനൽ മെത്തേഡ് എന്താണെന്നുള്ള കാര്യം പിന്നെ പഠിക്കും. പിന്നെ ഒരു മെത്തേഡ് സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാം. മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷനാണ്. സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്താൽ അതിന് നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ കൺസ്ട്രക്ടർ ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ കീവേഡ്. സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് ബേസ് ക്ലാസ്സിലെ അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സിലെ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. പാക്കേജ് PRG1 യൂസർ ഡിഫൈൻഡ് പാക്കേജാണ്. ഇമ്പോർട്ട് java.util.scanner. ഇവിടെ കീബോർഡ് വഴി എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യുന്നുണ്ടോ? കീബോർഡ് വഴി ഒന്നും ഇൻപുട്ട് ചെയ്യുന്നില്ല, ചുമ്മാ അങ്ങ് കൊടുത്തതാണ്. ക്ലാസ് ഹ്യൂമൻ ബേസ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അവിടെ ഞാൻ ഈറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എന്താണ് എനിക്ക് അവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടണം? ഈറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അവിടെ ഹ്യൂമൻ ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അത് കഴിഞ്ഞ് ഈറ്റ് ഓഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സും ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ഡെറൈവ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ബോയ് എന്ന് പറഞ്ഞ ഡെറൈവ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്.
ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ് എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ബോയ് എന്ന് പറഞ്ഞ ഡെറൈവ് ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഈറ്റോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ആ ഈറ്റോ ഫംഗ്ഷനകത്ത് ഞാൻ സൂപ്പർ ഡോട്ട് ഈറ്റ് ഓഫ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. സൂപ്പർ ഡോട്ട് ഈറ്റ് ഓഫ് എന്ന് പറയുമ്പം സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡും ഡോട്ട് ഓപ്പറേറ്ററും വെച്ചിട്ട് നമ്മൾ എന്ത് കോൾ ചെയ്തേക്കുക? ഹ്യൂമൻ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിലെ ഈറ്റോ ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുക. അത് കഴിഞ്ഞിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ബോയ് ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഞാൻ ഹ്യൂമൻ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ക്ലാസ്സാണ്. ബേസ് ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഡെറൈവ് ക്ലാസ് റെഫറൻസ് ആയിട്ട് കൊടുത്തു. ഇനി ആ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ച് ഈറ്റോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം എവിടെ ബോയ് എന്ന് പറഞ്ഞ ഡെറൈവ് ക്ലാസ്സിലെ ഈറ്റോ ഫംഗ്ഷൻ കോളാവും. അപ്പം ഈറ്റോ ഫംഗ്ഷൻ കോളാവുമ്പം നമുക്ക് എന്താ നോക്കിക്കേ, അവിടെ സൂപ്പർ ഡോട്ട് ഈറ്റ് ഓഫ് ഉണ്ട്. സൂപ്പർ ഡോട്ട് ഈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്സിലെ മെത്തേഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫങ്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് ബേസ് ക്ലാസ്സിലെ അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ് ഓർ ഫങ്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും? സൂപ്പർ ഡോട്ട് ഈറ്റ് ഓഫ് എന്ന് പറയുമ്പം ബേസ് ക്ലാസ്സിലെ മെത്തേഡിനെ കോൾ ചെയ്യുമ്പം ഹ്യൂമൻ ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ബോയ് ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതപ്പം ബോയ് ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് രണ്ടാമത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പോൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് ബേസ് ഓർ സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മെയിൻ ഫങ്ഷനിൽ ഞാൻ ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ സൂപ്പർ ബേസ് ക്ലാസ് റെഫറൻസ് ആയിട്ടൊന്നും കൊടുത്തില്ല. അല്ലാണ്ട് തന്നെ സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് ഞാൻ ഈറ്റോ ഫംഗ്ഷനെ ബേസ് ക്ലാസ്സിലെ ഈറ്റോ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് ബേസ് ക്ലാസ്സിലെ മെത്തേഡ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനൽ കീവേഡ്. ഒരു വേരിയബിൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഫങ്ഷൻ ഫൈനലായിട്ട് വെക്കുകയാണെങ്കിൽ അത് ഓവർ റീഡ് ചെയ്യത്തില്ല. ഒരു ക്ലാസ് ഫൈനലാക്കി വെക്കുകയാണെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്യത്തില്ല. ഫൈനൽ വേരിയബിൾ. ഇപ്പോൾ ഒരു വേരിയബിൾ ഫൈനലാക്കി വെക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഡെമോ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ക്ലാസ് ഡെമോ. അവിടെ ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മാക്സ് വാല്യൂ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ 99 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫൈനലായിട്ട് എടുത്തു. അതായത് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇനി അടുത്ത് മൈ മെത്തേഡ് ഓഫ് ഫങ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. അതിനകത്ത് ഞാൻ ആ വാരിയബിളിൻ്റെ മാക്സ് വാല്യൂ എന്ന് പറഞ്ഞ വാരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ നോക്കി അല്ലേ. നമ്മൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ വാല്യൂ, അത് കോൺസ്റ്റൻ്റ് ആണ്. ആ വാരിയബിൾ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം തന്നെ നമുക്ക് എന്ത് സംഭവിക്കും? കമ്പൈലേഷൻ എറർ ഉണ്ടാകും. ഓക്കെ. അപ്പം ഒരു വേരിയബിൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ. അതായത് ഫൈനൽ വേരിയബിളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ബ്ലാങ്ക് ഫൈനൽ വേരിയബിളിൽ ഇനീഷ്യലൈസ് ചെയ്യുമ്പം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പം വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തില്ല. ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പം ഇനിഷ്യലൈസ് ചെയ്യത്തില്ല. പിന്നെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് കൺസ്ട്രക്ടറിനകത്താണ് അത് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ എന്ന് വെച്ചാൽ ഡിക്ലെയർ ചെയ്യുമ്പം ഇനിഷ്യലൈസ് ചെയ്യില്ല. പിന്നെ എപ്പോഴാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കോളാവും. അപ്പം കൺസ്ട്രക്ടറിനകത്താണ് ബ്ലാങ്ക് ഫൈനൽ വേരിയബിളിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ മാക്സ് വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിൾ മാക്സ് വാല്യൂ എന്ന് പറഞ്ഞത് ഞാൻ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഫൈനലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഡെമോ ഓഫ്, അതായത് ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. കൺസ്ട്രക്ടറിനകത്ത് മാക്സ് വാല്യൂ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഇനി മൈ മെത്തേഡ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്, അത് മാക്സ് വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. അപ്പം ഈ കൺസ്ട്രക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എവിടെയാണ്? നമ്മൾ ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ്. അപ്പോൾ അത് നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഡെമോ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഡെമോ ഓഫ് എന്ന് പറഞ്ഞെടുത്തത്. അപ്പം ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ മൈ മെത്തേഡ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം മാക്സ് വാല്യൂ ഈക്വൽ ടു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? കൺസ്ട്രക്ടർ കോളാവുകയും നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുകയും 100 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രക്ടർ കോളാവുകയും മാക്സ് വാല്യൂവിൽ 100 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്യും അല്ലേ. ഇനി ഒബ്ജക്റ്റ് വെച്ച് മൈ മെത്തേഡ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്ത് കിട്ടും? ആ മാക്സ് വാല്യൂവിനകത്തോടെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തില്ല, കൺസ്റ്റൻ്റ് അകത്താണ് ഇനീഷ്യലൈസ് ചെയ്തത്. ഇനി മൈ മെത്തേഡ് ഓഫ് ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മാക്സ് വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഒബ്ജക്റ്റ് ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്ടർ കോളാവുകയും മാക്സ് വാല്യൂവിൽ 100 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് ആ ഒബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്ററും വെച്ചിട്ട് മൈ മെത്തേഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് മാക്സ് വാല്യൂവിൽ എന്താ ഇപ്പോൾ ഉള്ളത്? 100 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പം ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ എന്ന് പറയുമ്പം എന്താണ്? ഡിക്ലെയർ ചെയ്യുമ്പം ഇനിഷ്യലൈസ് ചെയ്യത്തില്ല. പിന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം, അതായത് കൺസ്ട്രക്ടറിനകത്താണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം ഒരു സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഫിക്സഡ് ആണ്. ഇനി നമ്മൾ ഇങ്ങനെ ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോക്കാം. എക്സാമ്പിൾ നോക്കിയേ, ക്ലാസ് സ്റ്റുഡൻറ്റ് ഫൈനൽ ഇൻറ്റ് റോൾ നമ്പർ ഈക്വൽ ടു ഞാൻ 3 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ അത് കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും എല്ലാ സ്റ്റുഡൻസിൻ്റെയും റോൾ നമ്പർ 3 ആയിരിക്കും. അപ്പം ഒരു റോൾ നമ്പർ ഒരു സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു റോൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് ഫിക്സഡ് ആയിരിക്കും, ആ സ്റ്റുഡൻറ്റിന് അത് ഫിക്സഡ് ആയിരിക്കും. ഓരോ സ്റ്റുഡൻറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾ നമ്പർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ക്ലാസ് സ്റ്റുഡൻറ്റ് ഫൈനൽ ഇൻറ്റ് റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ
വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൺസ്ട്രക്ടർ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ക്ലാസ്സിൻ്റെ അതേ പേരായിരിക്കണം, അതാണ് സ്റ്റുഡൻറ്റ്. അവിടെ ഒരു ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടറാണ്. ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ഇൻറ്റ് ആർനം. ആർനം എന്ന് പറയുന്നത് ഫോർമൽ ആർഗ്യുമെൻറ്റും നമ്മുടെ റോൾ നമ്പർ എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെൻറ്റുമാണ്. ആ ഫോർമൽ ആർഗ്യുമെൻറ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റിലേക്ക് കോപ്പി ചെയ്തു. ഇനി മൈ മെത്തേഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ജസ്റ്റ് റോൾ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു അല്ലേ, 1 2 3 4 എന്ന് പറഞ്ഞ് പാസ് ചെയ്തു. അത് എവിടേക്ക് വരും? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ആകുകയും ഈ 1 2 3 4 എന്ന് പറഞ്ഞാൽ ആർനമ്മിലേക്ക് വരികയും ചെയ്യും. ഈ ആർനമ്മിലുള്ളത് എവിടേക്ക് കോപ്പി ചെയ്തു? റോൾ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കോപ്പി ചെയ്തു. ഇനി ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് മൈ മെത്തേഡ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം നമുക്ക് എന്ത് റോൾ നമ്പർ, ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ കിട്ടാം. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ വേണമെങ്കിൽ അത് ആ സ്റ്റുഡൻറ്റ് ഫിക്സഡ് ആക്കി വയ്ക്കും. കാരണം ആ റോൾ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഫൈനലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ റോൾ നമ്പർ ഫൈനലായിട്ട് വെച്ചിട്ട് അപ്പം തന്നെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും സെയിം റോൾ നമ്പർ ആയിപ്പോവും. അതാണ് അതിന് വേണ്ടിയിട്ട്, അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇനി അടുത്ത് ഞാൻ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, സ്റ്റുഡൻറ്റ് OBJ2 എന്ന് പറഞ്ഞിട്ട് ന്യൂ സ്റ്റുഡൻറ്റ് ഓഫ് വേറൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? കൺസ്ട്രക്ടർ കോൾ ആവുകയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ കോൾ ആവുകയും സെക്കൻഡ് സ്റ്റുഡൻറ്റിന് നമ്മൾ എന്താണോ എൻ്റർ ചെയ്തത് ആ നമ്പർ പോവുകയും അത് വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റ് മൈ മെത്തേഡ് ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ അത് ആ സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫൈനലായിട്ട് മാത്രം വയ്ക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും സെയിം റോൾ നമ്പർ ആയി പോകും. അപ്പം ഒരു സ്റ്റുഡൻറ്റ് പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പം ഒരു റോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവാനും പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാങ്ക് ഫൈനൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഫൈനൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷനാണ്. ഒരു മെത്തേഡ് ഫൈനലായിട്ട് വെക്കുകയാണെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്യത്തില്ല, ഇൻഹെറിറ്റ് ചെയ്യും, പക്ഷേ ഓവർ റൈഡ് ചെയ്യത്തില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കുക, ഞാൻ ഡെമോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ എന്താക്കി? ഫൈനലാക്കി. ഇനി അടുത്ത് ഞാനത് എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു? ABC എന്ന് പറഞ്ഞ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് അവിടെ ഞാൻ ഡെമോ ഓഫ് ഫംഗ്ഷൻ ഓവർ റൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? സെയിം ഫംഗ്ഷൻ ആയിരിക്കണം, ആർഗ്യുമെൻറ്റ് സെയിം ആയിരിക്കണം, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡിഫറെൻ്റ് ആവാം. അപ്പം ഇവിടെ ഓവർ റൈഡ് ചെയ്യണമെന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഞാൻ എവിടെയാണ് എടുത്തത്? ABCയിലും എടുത്തത്. അതിൽ ഞാൻ എന്താ പറയുക, ABC ക്ലാസ് മെത്തേഡ് എന്ന് പറഞ്ഞ് എനിക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റും ഞാൻ എഴുതി. പക്ഷെ നോക്കുവാണെങ്കിൽ ഫൈനലായിട്ട് നമ്മൾ OIDemo ബേസ് ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്താൽ ഓവർ റൈഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കമ്പൈലേഷൻ എറർ ഉണ്ടാവും. ഇൻഹെറിറ്റ് ചെയ്യും. ഈ OIDemo എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ബേസ് ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും, പക്ഷെ ഓവർ റൈഡ് ചെയ്യത്തില്ല. ഇൻഹെറിറ്റ് ചെയ്യും എന്നതിനാണ് ഒരു എക്സാമ്പിളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കാം, ഫൈനൽ OIDemo ഓഫ് ഡെമോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അതിൽ XYZ ക്ലാസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. ഇനി ഈ ഡെമോ ഫംഗ്ഷൻ ഞാൻ ഇവിടെ ABCൻ്റെ അകത്ത് എഴുതിയില്ല, ഡയറക്റ്റ് ക്ലാസ്സിൽ എഴുതിയില്ല. പിന്നെ മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ബേസ് ക്ലാസ്സിൻ്റെ പേർക്ക് ഡയറക്റ്റ് ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. കാരണം XYZ പ്രോപ്പർട്ടീസൊക്കെ എവിടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ABCയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ABCൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഡെമോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഇപ്പോൾ ABCക്കകത്ത് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷേ എവിടെ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത ഫംഗ്ഷൻ ഉണ്ട്? XYZൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ അകത്തുള്ള എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഫൈനൽ ക്ലാസ്. ഒരു ക്ലാസ് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ
എന്താ അത് ഇൻഹെറിറ്റ് ചെയ്യത്തില്ല. ആ ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കമ്പൈലേഷൻ എറർ ഉണ്ടാവും. അല്ല, കമ്പൈലേഷൻ അല്ല, ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ എറർ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇങ്ങനെ കനോട്ട് ഇൻഹെറിറ്റൻ ഫ്രം ഫൈനൽ XYZ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഫൈനലൈസർ മെത്തേഡ് അല്ലെങ്കിൽ ഫൈനലൈസ് ഓഫ്. നമ്മൾ C++ൽ ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഫൈനലൈസ് ഓഫ് മെത്തേഡ്. അതായത് കൺസ്ട്രക്ടറിന് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒബ്ജക്റ്റ് ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ഫൈനലൈസർ മെത്തേഡ്. അതായത് ജാവയിൽ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ മെക്കാനിസം ഉണ്ട് എങ്കിലും ഈ ചില ഒബ്ജക്റ്റുകൾ ചില എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവും. അതായത് വിൻഡോ സിസ്റ്റം ഫോൺസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനലൈസർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിസ്ട്രക്ടർ ഇൻ C++, മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനലൈസ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്.